ഹലോ ഗൈസ്, എല്ലാവരും എങ്ങനെ ഇരിക്കുന്നു? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. എല്ലായിടത്തും മഴയൊക്കെ എങ്ങനെയുണ്ട്? ഇവിടെ അങ്ങനെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും ഇടയ്ക്ക് രാത്രി മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്കൊന്നൊരു പുതിയ വീഡിയോയിലോട്ട് പോകാം. നമുക്കൊന്നൊരു പൊതിച്ചോറ് കേട്ടോ. പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഈ പൊതിച്ചോറിനോടൊന്നും വലിയ ക്രേവിങ്സ് ഒന്നുമില്ല. ഈസിയസ്റ്റായിട്ട് പോകുന്നതുകൊണ്ടായിരിക്കണം, എല്ലാവരും പാത്രത്തിൽ കൊണ്ടുവരുന്നതുകൊണ്ടായിരിക്കണം, പാത്രത്തിൽ എടുക്കുന്നു പോകുന്നു, അത്രേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ പൊതിച്ചോറെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ക്രേവിങ്സാണ്. എന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ കാണുന്നതുകൊണ്ടൊക്കെ ആയിരിക്കാം. പക്ഷേ ചില കടയിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും പൊതിച്ചോറിരിക്കും. ആ സമയത്ത് അത് മേടിക്കാൻ പറ്റാറില്ല. എന്നാലും ഇപ്പം അങ്ങനെ ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് തോന്നി ഉണ്ടാക്കി. അപ്പം ഇല നന്നായിട്ട് വാട്ടിയിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ചോറ് ഇട്ടിട്ടുള്ളൂ. പിന്നെ കുറച്ച് ഒരു ഉരുള ചമ്മന്തി വെച്ചിട്ടുണ്ട്. ബീറ്റ്റൂട്ട് തോരൻ വെച്ചിട്ടുണ്ട്. വെണ്ടയ്ക്ക് സവാളയും കൂടി ഇട്ട് മെഴുക്ക് പുരട്ടി വെച്ചിട്ടുണ്ട്. നെത്തോലി കുറച്ച് പൊരിച്ചത് വെച്ചിട്ടുണ്ട്. പിന്നെ അച്ചാർ, നാരങ്ങ അച്ചാറുണ്ട്, പുളിഞ്ചിക്കച്ചാറുണ്ട്. രണ്ടും മിക്സ് ആവാതിരിക്കും അങ്ങേറ്റവും ഇങ്ങേറ്റവും വെച്ചിട്ടുണ്ട്. പിന്നെ പൊതിച്ചോറിൻ്റെ ആത്മാവിനെയും കൂടെ വെച്ച് അതങ്ങ് പൊതിഞ്ഞെടുത്ത് മാറ്റി വെച്ചു. അതൊരു അരമണിക്കൂർ, 1 മണിക്കൂർ, എല്ലാവരും പറയും 3-4 മണിക്കൂറൊക്കെ വെക്കണമെന്ന്. പക്ഷേ എനിക്ക് എന്നെക്കൊണ്ട് പറ്റിയില്ല. മാക്സിമം ഒരു അരമണിക്കൂർ, 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് അതങ്ങോട്ട് തുറന്ന് എല്ലാം കൂടെ മിക്സ് ആയിരിക്കുമ്പോഴത്തേക്കും എല്ലാത്തിൻ്റെയും കൂടെ ചാറൊക്കെ ഇറങ്ങിയിട്ട് അതൊരു സെറ്റായിട്ടിരിക്കും. അങ്ങനെ അതങ്ങോട്ട് കഴിച്ചു. ഞാനും എൻ്റെ അനിയനും കൂടെയാണ് കഴിച്ചത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു കൊഞ്ച് റോസ്റ്റും കൂടെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു. അതും കൂടെ വെച്ചിട്ടാണ് കഴിച്ച്. അടിപൊളിയായിരുന്നു, വെച്ചാൽ അടിപൊളിയായിരുന്നു. പക്ഷേ ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴേ കുറച്ച് ചോറും കൂടി ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. അത്രേ ഉള്ളേ. താങ്ക് യു.